എന്റെ പിള്ളേർക്ക് കയറി കിടക്കാടെ ഇല്ലെന്ന് പറഞ്ഞ് അവർക്ക് വീട് കിട്ടി, വീട് വെച്ചു. മക്കളെ നല്ലതായി. എത്ര കൊല്ലമായി പൊങ്കാല ഇടുന്നു? കുറേ വർഷമായി. മക്കളൊക്കെ ചെറുതായിരുന്നപ്പോ വന്നില്ല, ഇപ്പോഴും വീണ്ടും കണ്ടിന്യൂ ആയിട്ട് വരാം. എല്ലാരും നല്ല മാച്ചിങ് ഡ്രസ്സൊക്കെ ആണല്ലോ. സമുദ്ര. എന്റെ പേര് സമുദ്ര രാജേഷ്. സമുദ്ര. ഹൈ, നല്ല പേരാണ്. പോയി തൊഴിലോളൂ, പോയി തൊഴിലോളൂ. വിശേഷം പറഞ്ഞു നിന്നാൽ അവർക്ക് അമ്മയെ കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ഒരേ ഒരു ലക്ഷ്യമായി എത്തുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ നഗരത്തിലെ എല്ലാ വഴികളും ഇന്ന് ആറ്റുകാലിലേക്കാണ്, മറ്റൊരു വഴിയുമില്ല. വരുന്ന ആളുകൾ മുഴുവൻ വഴി തെറ്റുക. ആറ്റുകാലിലേക്ക് വരുമ്പോൾ വഴി തെറ്റുക എന്നൊരു പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാ ആളുകളും നടന്ന് അടുക്കുന്നത് ഈ ആറ്റുകാൽ അമ്പലത്തിലേക്കാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ മോത്തിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുംഭമാസമാണ്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. കുംഭച്ചൂടെന്ന് പറയുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലാണ്, നമുക്കല്ലാതെ തന്നെ അറിയാം. അതിനോടൊപ്പമാണ് ഈ ലക്ഷക്കണക്കിന് അടുപ്പുകൾ പുകയുമ്പോഴുണ്ടാവുന്ന, അല്ലെങ്കിൽ അടുപ്പുകൾ കത്തുമ്പോഴുണ്ടാവുന്ന അന്തരീക്ഷ ഊഷ്മാവിലെ വർധന. ഇതുകൂടി ആവുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർജ്ജലീകരണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം, വഴിപാടുണ്ടാവും. അപ്പോൾ ചിലരൊക്കെ പൊങ്കാല ഇട്ട ശേഷമേ ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും വേണ്ട, ആറ്റുകാൽ അമ്മയ്ക്ക് അതൊക്കെ അറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധ വേണം. നല്ലവണ്ണം വെള്ളം കുടിക്കണം, കഴിയുന്നത്ര വെയിൽ നേരിട്ട് ഏൽക്കാതെ ശ്രദ്ധിക്കണം. ഇനിയിപ്പം വസ്ത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലതെന്നൊക്കെയാണ്. അതൊന്നുമല്ല. ഇന്നത്തെ ദിവസം ഈ കാണാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇത്രയും മനോഹരമായി ഒരുങ്ങി അവർ അമ്മയെ കാണാൻ എത്തുമ്പോൾ അതില്ല. പക്ഷേ എങ്കിൽ പോലും ആ തുണികളിൽ തീ പിടിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. അങ്ങനെ ഈ ആറ്റുകാലിൽ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു പൊങ്കാല സമർപ്പണം കൂടി ആയാൽ എല്ലാം ഭംഗിയാവും.